ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആവേശത്തിൻ്റെ 9-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഏകദേശം 989ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1,70,70,000 ആളുകളാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. 61% ഒക്യുപ്പൻസിയിൽ ഈ സിനിമ വരുമ്പോൾ 97 ഹൗസ്ഫുൾ ഷോസുകളും 200-നടുത്ത് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് വരുന്നത്. ഒരു കാര്യം പറയാം, ഈ ഒരു സീസണിൽ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച രീതിയിൽ കളക്ഷൻ വരുന്ന അല്ലെങ്കിൽ വാരിക്കൂട്ടുന്ന സിനിമ ആവേശം തന്നെയാണ്. ബാക്കിയുള്ള സിനിമകൾ കളക്ഷൻ വരുന്നില്ല എന്നല്ല, പക്ഷേ ആവേശം വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്ന് വലിയ രീതിയിൽ കൊയ്യുന്ന സിനിമയെ മാറി. ഇതിനോടകം തന്നെ 60 കോടി ക്ലബിൽ കയറിയ സിനിമ 2-3 ദിവസങ്ങൾക്കുള്ളിൽ 80 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കളക്ഷൻ വരുന്നത് ട്രാക്കിംഗ് കളക്ഷൻ മുഖാന്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ ലഭിച്ചിരിക്കുന്ന 2,59,00,000 രൂപ, അല്ലെങ്കിൽ 2,59,56,529 രൂപ, അതായത് 2,60,00,000 രൂപ എന്ന് പറയാം. ഫൈനലായിട്ട് ട്രാക്കേഴ്സ് പറയുന്ന 2,68,00,000 രൂപ വരുമെന്നുള്ളതാണ്. ഇന്നലെ 2,75,00,000 രൂപയാണെങ്കിൽ ഇന്ന് ഒരു 3% ഇടിവുണ്ടെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇന്നും 3.5 കോടിക്കടുത്തായിരിക്കും സിനിമ, അല്ലെങ്കിൽ 3.25 കോടിക്കടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. ഒരു രക്ഷയുമില്ല ഈ ഒരു സിനിമ എന്ന് പറയാം. എവിടെ രോമാഞ്ചം നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്നു ആവേശം. ഒറ്റയാൾ പോരാട്ടം. ഫഹദിൻ്റെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, മമ്മൂട്ടിക്ക് മോഹൻലാലിന് ശേഷം മലയാള സിനിമയെ ഗ്യാരണ്ടി ചെയ്യുന്ന ഒറ്റ നടനേ ഉള്ളൂ, അത് ഫഹദ് തന്നെയാണ്. ഒരിക്കൽ ഷാനു എന്ന പേരിൽ നമ്മൾ കണ്ട സിനിമ, ഇയാളെയൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ടെങ്കിൽ പിന്നീട് ഇന്ന് പറയുന്നു മലയാള സിനിമ ഇങ്ങേറെ പുറകിലാണ് എന്നുള്ളത്. അതുതന്നെയാണ് ഫഹദ് ഫാസിൽ, ഷാനു എന്ന പേരിലുള്ള ഫഹദ് ഫാസിൽ. അപ്പോൾ ലോകമെമ്പാടും ഇന്ന് ആരാധകർ അല്ലെങ്കിൽ ജനങ്ങൾ ഞെട്ടിക്കുന്ന ലെവലിൽ കളക്ഷൻ തൂക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ഒരു സിനിമയാണ് ആവേശം. ഇന്നും സിനിമയ്ക്ക് ഗംഭീര തൂക്ക് തന്നെയാണ്. പല സ്ഥലങ്ങളിലും പല പ്രതിസന്ധികളും കടന്നുകൊണ്ട് സിനിമ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഈ ഒരു ഞായറാഴ്ചയോടുകൂടി സിനിമ 85-90 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 60 കോടി കടന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വേൾഡിൽ നിന്ന് 60 കോടി അല്ലെങ്കിൽ 70 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു സിനിമ എന്നുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 30 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഈ ആവേശം. അപ്പോൾ ആവേശത്തോടെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയൊന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഗ്രേറ്റ് മീഡിയാസ്.